ഹായ് എവ്രിവൺ. BZYCT 131 ആനിമൽ ഡൈവേഴ്സിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉൾപ്പെടുന്ന നമുക്ക് ചുറ്റുമുള്ള വാസ്റ്റ് ആൻഡ് വേരിയഡ് ആയിട്ടുള്ള ആനിമൽ വേൾഡിലേക്കുള്ള ഒരു ഫാസിനേറ്റിംഗ് ജേർണിയാണ് നമ്മളുടെ ഈ ആനിമൽ ഡൈവേഴ്സിറ്റി പേപ്പർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്പോഞ്ചസ് മുതൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മാമൽസിനെ വരെ നമ്മൾ ഇതിൽ പഠിക്കും. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ഹാബിറ്റാറ്റ്സ്, അവരുടെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് കാണാതെ പഠിച്ചു പോവുക മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആനിമൽസിനെ കുറിച്ചും അവരുടെ ലൈഫ്സിനെ കുറിച്ചും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് വഴി ബോധവാന്മാരാകുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഈ പേപ്പറിന്റെ ബ്ലോക്സുകളിലേക്ക് കിടക്കാം. ആനിമൽ ഡൈവേഴ്സിറ്റി പേപ്പറിനെ 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 1 അസീലോമേറ്റ്സ്, ബ്ലോക്ക് 2 സീലോമേറ്റ്സ്, ബ്ലോക്ക് 3 അനംനിയോട്സ് ആൻഡ് ബ്ലോക്ക് 4 അംനിയോട്സ്. ഈ ഓരോ ബ്ലോക്കുകളെയും പല പല യൂണിറ്റുകളായിട്ട് പിന്നെയും തിരിച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് 1ലേക്ക് പോകാം. ബ്ലോക്ക് 1ല് 6 യൂണിറ്റുകളാണുള്ളത്. അതില് ആദ്യത്തെ യൂണിറ്റ് ആനിമൽ ലൈഫ് പ്രോട്ടോസോവൻസ്. ഈ യൂണിറ്റിലെ പ്രോട്ടോസോവൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോട്ടോസോവൻസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ്, ഫങ്ഷൻസ് എങ്ങനെയാണ്, അതായത് അവരുടെ ബോഡി ഫോം എങ്ങനെയാണ്, അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, ഓസ്മോ റെഗുലേഷൻ, റെസ്പിറേഷൻ, റെസ്പോൺസ് മെക്കാനിസം, അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 ആനിമൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഞാൻ പറഞ്ഞല്ലോ, പല വാസ്റ്റ് ആൻഡ് വേരിയഡ് ആയിട്ടുള്ള ആനിമൽ വേൾഡ് ആണ് നമുക്കുള്ളത്. ഈ ആനിമൽസിനെ എല്ലാവരെയും എങ്ങനെയാണ് ഗ്രൂപ്പ്സ് ആക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇവർക്ക് നെയിമിങ് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്, സയന്റിഫിക് നെയിംസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ സ്പീഷീസ് കൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓർഗനൈസേഷൻ ആൻഡ് ബോഡി പ്ലാൻ നോക്കാനുണ്ട്. ആനിമൽസിന്റെ സിമെട്രി, അവരുടെ സെഫലൈസേഷൻ, ജേം ലെയേഴ്സ്, ബോഡി ക്യാവിറ്റി, അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റൽ പാറ്റേൺസ്, സെഗ്മെന്റേഷൻസ് ഒക്കെ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട്. അടുത്ത യൂണിറ്റ് 3 ഫൈലം പൊരിഫറ. ഓക്കെ, ഫൈലം പൊരിഫറ അതായത് സ്പോഞ്ചസ്. നമുക്ക് അവിടെ ഫോട്ടോ ഉണ്ട്. സ്പോഞ്ചസ് ഉൾപ്പെടുന്ന ഫൈലമാണ് പൊരിഫറ. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്പോഞ്ചസിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് കനാൽ സിസ്റ്റം. ആ കനാൽ സിസ്റ്റം 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ്? ആസ്കനോയിഡ് ടൈപ്പ്, സൈക്കനോയിഡ് ടൈപ്പ്, ലൂക്കനോയിഡ് ടൈപ്പ്. ഈ 3 ടൈപ്സ് കനാൽ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഈ യൂണിറ്റിൽ. അടുത്ത യൂണിറ്റ് നിഡേറിയ, ഫൈലം നിഡേറിയ. ജെല്ലി ഫിഷസ് അവിടെ പിക്ചറിലുണ്ട്. ജെല്ലി ഫിഷസ് ഉൾപ്പെടുന്ന ഫൈലമാണ് നിഡേറിയ എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ഒരു സാലിയൻ ഫീച്ചറായ പോളിമോർഫസത്തിനെ കുറിച്ച് നമ്മൾ ഈ യൂണിറ്റ് 4ൽ പഠിക്കും. അടുത്തത് യൂണിറ്റ് 5 പ്ലാറ്റി ഹെൽമിന്തസ്. ഫ്ലാറ്റ് വേംസ് ആണ് ഈ ഫൈലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഫ്ലാറ്റ് വേംസിനെ കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, യൂഷ്വലി അവരുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അവരിൽ ഒരു ഓർഗാനിസമാണ് ടീനിയ സോളിയം. ഈ ടീനിയ സോളിയത്തിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് ഈ ഫൈലത്തിൽ പഠിക്കാനുണ്ട്. അടുത്ത ഫൈലം നോക്കുകയാണെങ്കിൽ നെമറ്റോഡ ഒരു പാരസിറ്റിക് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അതിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അവരിൽ ഒരു ഓർഗാനിസമായ അസ്കാരിസ് ലിംബ്രിക്കോയിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അസ്കാരിസിന്റെ ലൈഫ് സൈക്കിള്, അതേപോലെ തന്നെ അസ്കാരിസിന്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുകയാണ്. ഈ ബ്ലോക്ക് സീലോമേറ്റ്സ്. സീലോമേറ്റ്സ് അടുത്താണ് സീലോമേറ്റ്സ്. അപ്പോൾ സീലോം എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി എന്നാണ് അർത്ഥം. അപ്പൊ ബോഡി ക്യാവിറ്റി ഉള്ള ആൾക്കാരാണ് സീലോമേറ്റ്സ്, ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് അസീലോമേറ്റ്സ്. അപ്പൊ സീലോമേറ്റ്സിൽ 4 യൂണിറ്റുകളാണുള്ളത്. ഫൈലം അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ ആൻഡ് ഹെമിക്കോഡൈറ്റ. നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് പോകാം.
ഫൈലം അനലിഡ. ആ ഫോട്ടോയിൽ കാണുന്ന പിക്ചറിൽ കാണുന്ന ആൾ നല്ല പരിചയമുള്ള ആളാണ് അല്ലെ. എർത്തുവം നമ്മുടെ മണ്ണിരയാണ്. മണ്ണിര ഉൾപ്പെടുന്ന ഫൈലമാണ് അനലിഡ. അപ്പൊ ഈ യൂണിറ്റിലാണ് നമ്മൾ എന്താണ് സീലം, എന്താണ് മെറ്റാമറിസം എന്നൊക്കെ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ അനലിഡയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷനിലൊക്കെ കിടക്കും. അടുത്ത യൂണിറ്റ് ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ നമുക്കറിയാലേ, ഇൻസെക്ട്സും മറ്റുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഫൈലമാണ് ആർത്രോപോഡ. നമുക്ക് സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുള്ള ആള് സെന്റിപ്പീഡ്, പുള്ളിയൊരു ആർത്രോപോഡനാണ്. നമ്മൾ ആർത്രോപോഡ്സിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ക്ലാസിഫിക്കേഷനിൽ അവർ 4 സബ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ട്രൈലോബൈറ്റോമോർഫ, ചിലിസറേറ്റ, ക്രസ്റ്റേഷ്യ ആൻഡ് യൂണിറാമിയ. ഇങ്ങനെ 4 സബ് ഫൈലംസ് ആണുള്ളത്. അതേപോലെ തന്നെ ആർത്രോപോഡൻസിന്റെ വിഷൻ, അവരുടെ കാഴ്ച എങ്ങനെയാണ്, അതേപോലെ അവരുടെ മെറ്റാമോർഫോസിസ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ആർത്രോപോഡൻസ് കഴിഞ്ഞാൽ അടുത്ത ഫൈലമാണ് മൊളസ്ക. അതെ, ഒച്ചിന്റെ പിക്ചറുണ്ട്. ഒച്ചിന്റെ ഫൈലമാണ് ഫൈലം മൊളസ്ക. അപ്പൊ ഒച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ മൊളസ്കിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അവരുടെ ക്ലാസിഫിക്കേഷൻ, ഒരു ജനറലൈസ്ഡ് മൊളസ്ക് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷനിൽ അവരെ ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്: മോണോപ്ലക്കോഫോറ, പോളിപ്ലക്കോഫോറ, അപ്ലക്കോഫോറ, ഗ്യാസ്ട്രോപോഡ, ബൈവാൽവിയ, സ്കാഫോപോഡ ആൻഡ് സെഫലോപോഡ. ഇങ്ങനെയുള്ള ക്ലാസ്സസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്ന എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 10, ഫൈലം എക്കൈനോഡെർമേറ്റ ആൻഡ് ഹെമികോഡേറ്റ. അവിടെ സ്റ്റാർ ഫിഷിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവർ വരുന്നത് എക്കൈനോഡെർമേറ്റ ഫൈലത്തിലാണ്. ഈ എക്കൈനോഡെർമേറ്റ ഫൈലത്തിനെ പല പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്: ആസ്ട്രോയിഡിയ, ഒഫിറോയിഡിയ ആൻഡ് എക്കിനോയിഡിയ, ഹോളോതുറോയിഡിയ ആൻഡ് ക്രൈനോയിഡിയ. അങ്ങനെ ക്ലാസ്സുകളെ കുറിച്ച്, അവരിൽ വരുന്ന എക്സാമ്പിളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെന്താ, അടുത്ത ഫൈലം വരുന്നത് ഹെമികോഡേറ്റ. ഹെമികോഡൈറ്റ്സിന്റെ എന്ററോന്യൂസ്റ്റ, ടീറോബ്രാങ്കിയ, അവർ 2 ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അവരുടെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്, അഫിനിറ്റീസ് നോക്കണം. അപ്പൊ യൂണിറ്റ് 10 എക്കൈനോഡെർമേറ്റ ആൻഡ് ഹെമികോഡേറ്റ. അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുവാണ്. ബ്ലോക്ക് 3, അനംനിയോൺസ് ആൻഡ് അംനിയോൺസ്. അപ്പൊ അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണുള്ളത്: പ്രോട്ടോകോഡൈറ്റ്സ്, ഏനാത അതായത് ജോലസ് ഫിഷസ്, യൂണിറ്റ് 13 പിസസ് ആൻഡ് യൂണിറ്റ് 14 ആംഫിബിയൻസ്. നമുക്ക് ആദ്യം പ്രോട്ടോകോഡൈറ്റ്സിലേക്ക് പോവാം. അപ്പൊ പ്രോട്ടോകോഡൈറ്റ്സിന്റെ ഫൈലോജനറ്റിക് പൊസിഷനും അവരുടെ ക്ലാസിഫിക്കേഷനും, 5 കോഡൈറ്റ് ഹാൾമാർക്സ്, ആൻസിസ്ട്രി ആൻഡ് എവല്യൂഷൻ, അവരുടെ ക്ലാസിഫിക്കേഷൻ. അവർക്ക് 3 സബ് ഫൈലംസ് ഉണ്ട്: യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ്. അങ്ങനെ 3 സബ് ഫൈലംസിനെ കുറിച്ച് നോക്കാനുണ്ട്. അടുത്ത യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഏനാത്ത അതായത് ജോലസ് ഫിഷസ്, ജോ ഇല്ലാത്ത ഫിഷസ്. അപ്പൊ ഫിഷസ്, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആൻസിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അവരുടെ അഫിനിറ്റീസ്, പിന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ലിവിങ് ആയിട്ടുള്ള ജോലസ് ഫിഷസ്, അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത്. അടുത്ത യൂണിറ്റ് ആണ് പിസസ് അല്ലെങ്കിൽ ഫിഷസ്, നമ്മുടെ ഫിഷസ്. അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഫിഷസ് ആണുള്ളത്: കാർട്ടിലേജിനസ് ഫിഷസ് ആൻഡ് ബോണി ഫിഷസ്. കോൺട്രക്ടൈസ്, അതായത് കോൺട്രക്ടൈസ് കാർട്ടിലേജിനസ് ഫിഷസ്, ഈസ്റ്റിക്ടൈസ് എന്നും ഓസ്റ്റിക്ടൈസ് എന്നും പറയും, അത് ബോണി ഫിഷസ്. അപ്പൊ കോൺട്രക്ടൈസിന്റെ 2 സബ് ക്ലാസ്സസ് ഉണ്ട്, ഈസ്റ്റിക്ടൈസിന്റെ 2 ക്ലാസ്സസ് ഉണ്ട്. കോൺട്രക്ടൈസിന്റെ 2 ക്ലാസ്സസ് ഇലാസ്മോബ്രാങ്കൈ ആൻഡ് ഹോളോസെഫാലൈ, ഈസ്റ്റിക്ടൈസിന്റെ ആക്ടിനോപ്റ്റർഗൈ ആൻഡ് സാർകോപ്റ്റർഗൈ. പിന്നെ നമുക്ക് ഫിഷസിന്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത് ഓസ്മോ റെഗുലേഷൻ ആണ്. ഓസ്മോ റെഗുലേഷൻ 2 എണ്ണം ഉണ്ട്. മറൈൻ ഫിഷസിലെയും ഫ്രഷ് വാട്ടർ ഫിഷസിലെയും ഓസ്മോ റെഗുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആംഫീബിയ, ഫൈലം ആംഫീബിയ ആണ്. ആംഫീബിയ നമുക്കറിയാല്ലേ, ഉഭയജീവികൾ, അതായത് വെള്ളത്തിലും ജലത്തിലും കരയിലും ശ്വസിക്കാൻ പറ്റുന്ന, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് ആംഫീബിയ. അതിൽ മെയിൻ ആയിട്ടുള്ള നമുക്കറിയാവുന്ന എക്സാമ്പിളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്രോഗ്. ഓക്കെ, ഫ്രോഗ് ഒരു ആംഫീബിയന്റെ സാലിയൻ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് അവരുടെ ജനറൽ ഓർഗനൈസേഷൻ എന്ന് നോക്കണം. അതേപോലെ തന്നെ അവരുടെ ക്ലാസിഫിക്കേഷൻ: അന്യൂറ, ജിംനോഫിയോണ ആൻഡ് കോഡേറ്റ, 3 ഓർഡറുകൾ, അല്ലെങ്കിൽ അവരുടെ വേറെ പേരാണ് സാലിയൻഷ്യ, എപ്പോഡ ആൻഡ് യൂറോഡിയ. ഇനി ആംഫീബിയൻസ് ഷോ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പാരന്റൽ കെയർ. മക്കളെ അല്ലെങ്കിൽ എഗ്ഗുകളെ എന്ത് ചെയ്യുന്നു? പാരന്റ്സ് കെയർ ചെയ്യുന്നു, പാരന്റൽ കെയർ. അപ്പൊ അത് ഷോ ചെയ്യുന്ന 2 ഓർഡേഴ്സ്, യൂറോഡീല ആൻഡ് അന്യൂറ. അവരുടെ പാരന്റൽ കെയറിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബ്ലോക്ക് 4, ലാസ്റ്റ് അവസാനത്തെ ബ്ലോക്കാണ്. അതിൽ 4 യൂണിറ്റുകളുണ്ട്: റെപ്റ്റൈൽസ്, ഏപ്സ്, മാമൽസ്,
എവല്യൂഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാമൽസ്. നമുക്ക് യൂണിറ്റ് 15ലേക്ക് പോകാം. റെപ്റ്റൈൽസ്, ഉരകജീവികൾ. അല്ലെ, ഉരകജീവികളെ നമുക്കറിയാം. സ്നേക്സ്, ഓന്തുകള്, ക്രോക്കഡൈൽസ്, അവരൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരാണ് റെപ്റ്റൈൽസ്. അപ്പോ അമ്നിയോട്സ് എന്താണ്, അമ്നിയോട്സിന്റെ എവല്യൂഷൻ, അതേപോലെ തന്നെ അവരുടെ അഡാപ്റ്റേഷൻസ് ഒക്കെ നമ്മൾ ഈ യൂണിറ്റിലാണ് പഠിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റെപ്റ്റൈൽസ്, അവരുടെ ക്ലാസിഫിക്കേഷൻ, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വെനമസ് സ്നേക്സും നോൺ വെനമസ് സ്നേക്സും തമ്മിലുള്ള ഡിഫറൻസ്, അവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അവർക്കുള്ള ഐഡന്റിഫിക്കേഷൻ കീ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ക്രോക്കഡൈൽസിനെ കുറിച്ച് പഠിക്കാം. അതൊക്കെയാണ് ഈ യൂണിറ്റിലുള്ളത്. ഇനി നമ്മൾ ഏവ്സ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഏവ്സ്, ബേർഡ്സ്, നമ്മുടെ പറക്കുന്ന ബേർഡ്സിനെയാണ് ഏവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻസിസ്ട്രി ആൻഡ് എവല്യൂഷൻ ഓഫ് ബേർഡ്സ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേര് കേട്ടിട്ടുണ്ടാവും, ആർക്കിയോപ്റ്ററിക്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ള പേര് തന്നെയാണ് ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത്. റെപ്റ്റൈൽസും ബേർഡ്സും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ഈ ആർക്കിയോപ്റ്ററിക്സ് അറിയപ്പെടുന്നത്. ആർക്കിയോപ്റ്ററിക്സിനെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മാമൽസിനെയും ഏവ്സിനെയും റെപ്റ്റൈൽസിനെയും കുറിച്ച്, അവരുടെ അഫിനിറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട് ഈ യൂണിറ്റില്. അതേപോലെ തന്നെ ബേർഡ്സിന്റെ എവല്യൂഷൻ, ബേർഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനും. എക്സ്റ്റന്റ് ബേർഡ്സ്, പിന്നീട് ഉള്ളത് അവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ്, അവർക്ക് പറക്കാനുള്ള എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ്, പറക്കാൻ വേണ്ടി അവരുടെ ഫോം ആൻഡ് ഫങ്ഷൻ എങ്ങനെയാണ്, അവരുടെ ബോഡി ഷേപ്പ്, അവരുടെ സൈസ്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ അവരുടെ ഡിഫറെന്റ് ബോഡി ഫോം ആൻഡ് ഫങ്ഷൻസ്, എൻഡോതേർമി, അവരുടെ സ്കെലിറ്റൻ, അവരുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ്, മസ്കുലാർ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി ആൻഡ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. പിന്നെന്താ, അവരുടെ സ്കിന്ന്, അവരുടെ ഫെദർ ഒക്കെ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഉള്ളത് ഫ്ലൈറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സ് ആണ്. അതിൽ രണ്ട് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, ഡ്രാഗൺ ട്രസ്റ്റും വെയിറ്റ് ആൻഡ് ലിഫ്റ്റും. അത് ബേർഡ്സിനെ പറക്കാനായിട്ട് അവർ പറക്കുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കും. പിന്നെ അടുത്ത യൂണിറ്റ് ആണ് മാമൽസിന്റെ സാലിയൻ ഫീച്ചേഴ്സ്, അവരുടെ ഫോം ആൻഡ് ഫങ്ഷൻ. മാമൽസ് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഫൈലമാണ്. അപ്പോൾ മാമൽസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ബോഡി ഫോം, അവരുടെ ഇന്റഗമെന്ററി ഗ്ലാൻസ്, എക്സോസ്കെലറ്റൻ, എൻഡോസ്കെലറ്റൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡെന്റീഷൻ, മസ്കുലാർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്ടറി സിസ്റ്റം, പിന്നെന്താ റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അവരുടെ എൻഡോതേർമി, എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്ഷനിലെ സെക്ഷൽ ഡൈമോർഫിസം വരുന്നുണ്ട്. അതേപോലെ തന്നെ വിവി പാരിറ്റി, മോഡ്സ് ഓഫ് ഡെവലപ്മെന്റിന്റെ മോഡ്സ് ഒക്കെ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ യൂണിറ്റ് ആണ് യൂണിറ്റ് 18, എവല്യൂഷൻ ഓഫ് മാമൽസ്. അപ്പൊ നമ്മളിവിടെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാമൽസ് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാമൽസിന്റെ ഒരു ഡെഫിനിഷൻ, മാമൽസിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രോട്ടോതീരിയ, മെറ്റാതീരിയ, തീരിയ, യൂതീരിയ എന്നൊക്കെ പറഞ്ഞ് സബ് ക്ലാസ്, ഇൻഫ്രാ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതാണ് ആനിമൽ ഡൈവേഴ്സിറ്റിയുടെ ലാസ്റ്റ് യൂണിറ്റ്, എവല്യൂഷൻ ഓഫ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആനിമൽ ഡൈവേഴ്സിറ്റി പേപ്പർ പഠിക്കുമ്പോൾ ജസ്റ്റ് കാണാതെ പഠിച്ച് എഴുതുക എന്നതിലുപരി നമ്മളുടെ ചുറ്റുമുള്ള, നമ്മൾ ഉൾപ്പെടുന്ന ആനിമൽ ഗ്രൂപ്പ്സിനെ കുറിച്ച്, അവരുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച്, അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിവുള്ളവരാവുക. അതേപോലെ തന്നെ അവരുടെ ഫൈലോജന്റിക് റിലേഷൻഷിപ്സ്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അവരുടെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്, ഹാബിറ്റാറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഈ ആനിമൽ ഡൈവേഴ്സിറ്റി പേപ്പറിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. ഇതിൽ പല ടേംസും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള വേർഡ്സ് ആയിരിക്കാം. പക്ഷെ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൽ ഓരോ ടേംസിനെയും വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ഓരോ എക്സാമ്പിൾസിലൂടെ പറഞ്ഞു തരുന്നത് വഴി വളരെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.